ഹായ് ഓൾ. ഞങ്ങളന്ന് ഷെയറിംഗ് ടാക്സിക്ക് പോയ ദിവസം താമസ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. ആ താമസ സ്ഥലത്തിനൊരു ഒരുപാട് പ്രത്യേകതകളുണ്ടായിരുന്നു. സിക്കിമിലെ ആൾക്കാർ, ടിബറ്റിലെ ആൾക്കാർ, ടിബറ്റിയൻസും അങ്ങനെ കുറേയൊക്കെ ആൾക്കാർ താമസിച്ചായിരുന്നു. പിന്നെ ഇതുപോലെ ഞങ്ങളെപ്പോലെ യാത്ര ചെയ്ത് വരുന്ന ആൾക്കാരൊക്കെ താമസിച്ചിരുന്ന സ്ഥലമാണ്. ഒരു വീട് പോലത്തെ ഒരു സ്ഥലം, എന്നാലും കുറേ ആൾക്കാർക്ക് താമസിക്കാൻ പറ്റണം അങ്ങനെ. അതിന് ഞങ്ങൾ മുകളിൽ ഫസ്റ്റ് ഫ്ലോറിലാണെന്ന് തോന്നുന്നു ഞങ്ങൾ താമസിച്ചായിരുന്നു. അപ്പോൾ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു പൂജയൊക്കെ നടക്കണ പോലെ തോന്നിയായിരുന്നു. പൂജ നടക്കണ പോലെ തോന്നിയപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം. പിന്നെ അവിടുത്തെ പൂജയുടെ ഞാൻ വേറെ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ കാണിച്ചു തന്നില്ലേ, ടിബറ്റിയൻസിൻ്റെ പ്രാർത്ഥനയുടെ, ബുദ്ധമതത്തിൻ്റെയൊക്കെ പ്രാർത്ഥനയുടെയൊക്കെ ആ ഒരു ഡ്രമ്മൊക്കെ കൊട്ടുന്ന സൗണ്ടും അവരുടെ പ്രാർത്ഥനയ്ക്കില്ലേ, അപ്പോൾ അതുപോലെയായിരുന്നു. അപ്പോൾ ഞാൻ അതിങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഭക്തിയൊക്കെ വരും. അയ്യോ എന്താണ് ഈ പൂജ നടക്കണത്, എപ്പോൾ തൊട്ട് കേൾക്കണതാണ്, ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് ഞാനും എൻ്റെ കൂടെ വന്ന പ്രേരണ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി മുകളിൽ. അപ്പം അത് ഞങ്ങളുണ്ട് ഫസ്റ്റ് ഫ്ലോറിലാണ്, ഇത് തേർഡ് ഫ്ലോറിലാണ് കണ്ടായിരുന്നു. അപ്പോൾ അവിടം വരെ പോയിട്ടോ. അപ്പോൾ പോയി കഴിഞ്ഞിട്ട് മുകളിൽ അങ്ങനെ ചെന്നപ്പോൾ കൊട്ടിൻ്റെ സൗണ്ട് കൂടി വരുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ആ റൂം കണ്ടുപിടിച്ചു. കണ്ടുപിടിച്ചപ്പോൾ തന്നെ അവിടെ തന്നെ ഒരു ടിബറ്റൻ ഒരു പൂജാരി, നമുക്കറിയാലോ ഒരു തരം ബ്രൗൺ കളറൊക്കെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടൊരു പ്രത്യേക വേഷമാണല്ലോ അവരുടെ. അപ്പോൾ അത് ഇട്ടിട്ടിരിക്കുന്ന വലിയ 2 ഡ്രമ്മുണ്ട്. പിന്നെ പൂജ നടക്കണം, ദൈവത്തിൻ്റെ മൂർത്തികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഭയങ്കര നമുക്ക് തന്നെ ഇങ്ങനെ ഭക്തി. അപ്പോൾ അവരെയൊക്കെ ചടങ്ങ് കാണാം. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ വീഡിയോ പിടിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ മെയിനായിട്ട് പൂജാരിക്ക് ആദ്യം ഇത്തിരി ദേഷ്യം എന്തിനാന്നുള്ള രീതിയിൽ ചോദിച്ചു. പിന്നെ നമ്മളെ മുഖം കണ്ടിട്ട് വലിയ കുഴപ്പക്കാരെല്ലാം കണ്ടിട്ടൊന്ന് എടുത്തോളം പറഞ്ഞ അനുവാദം തന്നു. അങ്ങനെ അപ്പോൾ അവിടെ ഒരു വീട്ടുകാരുടെ പൂജയാണ് നടക്കേണ്ടായത്. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ ഒരു പ്രായമുള്ളൊരു സ്ത്രീ, അവരുടെ മോൻ, ഭാര്യ, ഒരു കൊച്ച്, അങ്ങനെ അത്രയും പേരാണ് പൂജയ്ക്ക് പങ്കെടുക്കുന്നത്. അപ്പോൾ അവർ വേഗം വെൽക്കം ചെയ്തു കേട്ടോ ഞങ്ങളെ ചിരിച്ചപ്പോൾ. ഞങ്ങൾ രണ്ടുപേരും ഇതിനകത്ത് ഒതുങ്ങിയിരുന്നു. അപ്പോൾ പൂജയൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പൂജയൊക്കെ കണ്ടപ്പോൾ ഒന്നും തോന്നില്ല. പക്ഷേ പോകെ പൂജയുടെ ഒരു ഇതും കൂടെ കണ്ട, പൂജയ്ക്ക് വെച്ചേക്കണ ദൈവത്തിൻ്റെ അതിന് വെച്ചേക്കണ മൂർത്തികൾ, പിന്നെ അതിന് പൂജിക്കേണ്ട സാധനങ്ങൾ, അതൊക്കെ എന്തോ ഒരു മിസ്റ്റേക്ക് പോലെ തോന്നി. കണ്ടപ്പോൾ ഭയങ്കര ഒരു ഇത്തിരി പേടി പോലെ തോന്നിയിട്ടാ. പിന്നെ ഒരു സംശയമൊക്കെ തോന്നി. പിന്നെ എന്താ പറയണ, നമ്മൾ സാധാരണ പൂജയ്ക്കൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. ഞാൻ വീഡിയോ ഇടുന്നുണ്ട്, അതിനൊരു ഇൻട്രൊഡക്ഷനായിട്ട് തന്നെ ആ വീഡിയോ ശ്രദ്ധിച്ച് നോക്കി നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അതന്നെ എന്താണെന്നുള്ളത് പറയണില്ല, വീഡിയോ കറക്റ്റായിട്ട് കണ്ടോളൂ കേട്ടോ. ശരിക്കും ഞങ്ങളെന്നിട്ട് ആ പൂജയ്ക്കിടയിൽ സത്യം പറഞ്ഞാൽ പേടി വന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായി ഇതിനെന്തോ കുഴപ്പമുണ്ടല്ലോ എന്നാലോചിച്ച്, ദൈവമേ പെട്ടുപോയോ എന്നാലോചിച്ച്. എന്നിട്ട് പിന്നെ ഞാൻ ഈ പറഞ്ഞ മനസ്സിൽ ഓം നമോ ഭഗവതി വാസുദേവായ എന്ന് പറഞ്ഞിട്ട് നാരായണ ആ കുട്ടീൻ്റെ കൂടെയുള്ള ആൾ അത് വിശ്വസിക്കുന്ന ദൈവത്തിനെയും പ്രാർത്ഥിച്ച് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ പ്രാർത്ഥനകൾ ചെയ്തിട്ടാണ് ഇന്ന്. അപ്പോൾ ഈ പൂജ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അറ്റത്തിരിക്കുന്നതാണ് കേട്ടോ, ഇത്തിരി പ്രായമുള്ള ആളില്ല, അതാണ് മെയിൻ പൂജാരി. ഇപ്പുറത്ത് ഇരുന്ന കൊട്ടനാൾ അസിസ്റ്റൻറ്റ്. പിന്നെ ഇപ്പുറത്തൊക്കെ വീഡിയോയിൽ നോക്കാം ഇരിക്കുന്ന ആൾക്കാരാണ്, അവർക്ക് വേണ്ടിയിട്ടാണ് പൂജ നടത്തുന്നത്. ഇത് പൂജയുടെ ദൈവവും ഇതൊക്കെ ഇരിക്കേണ്ട വിളക്കും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമുക്കൊന്നും തോന്നിയില്ല. പിന്നെ ഡൗട്ട് തോന്നിയത് ഈ സംഭവം കണ്ടപ്പോഴാണ്. ഇവിടെയൊക്കെ നിറച്ച് എന്തോ ഒരു ടൈപ്പ് രൂപമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് മുഴുവനും ആട്ട കുഴച്ചിട്ടില്ലേ, നമ്മുടെ ചപ്പാത്തിക്ക് കുഴക്കണ പോലെ കുഴച്ചിട്ട് വെച്ചിട്ടുണ്ടാണ്. പിന്നെ ഒരു പാത്രത്തിൽ കടുക്, പിന്നെ ഇത് ഇറച്ചി കഷ്ണം, പിന്നെ മറ്റേത് എല്ലും കഷ്ണം, എന്തൊന്നും മനസ്സിലായില്ല സത്യം പറഞ്ഞാൽ. അത് കണ്ടപ്പോൾ കിടുങ്ങി, എന്തോ ഒരു കുഴപ്പമിട്ടല്ലോ ഭഗവാൻ എന്നിങ്ങനെ ആലോചിച്ചു. ഇതാണ് കേട്ടോ, മന്ത്രത്തിൻ്റെ ബുക്കാണത്, പുസ്തകം. അത് മുഴുവനും കഴിയണവരെ മന്ത്രവും ചൊല്ലി ഇത് ഫുള്ള് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യണം. ഒരു അരമണിക്കൂർ കൂടുതലൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു, ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്ത്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ പെട്ടുപോലെ, ഇറങ്ങിപ്പോകാനും പറ്റില്ലല്ലോ, ജോയിൻ ചെയ്ത് പോയില്ലേ.
ദേ ഇരിക്കുന്ന മനുഷ്യനാണ് പ്രധാനമായിട്ട് കർമ്മമൊക്കെ ചെയ്യണത്. മന്ത്രമൊക്കെ ചെല്ലണം മറ്റേ പൂജാരിയാണ് കേട്ടോ. ഈ കൊട്ടാണ് താഴ്ന്ന് കേട്ടത്. ശരിക്കും നമ്മുടെ ഉത്സവത്തിനൊക്കെ കൊട്ടണ പോലെയല്ല. ആദ്യം ഇങ്ങനെ മറ്റേ ഇലത്താളം കൊട്ടണ പോലത്തെ ഒരു സൗണ്ടൊക്കെ കേട്ടപ്പോഴാണ് ഭയങ്കര ആകൃഷ്ടരായിട്ട് മുകളിൽ ചെന്നാണ് ഞങ്ങൾ. പിന്നെ ഇപ്പോൾ ആ പൂജയൊക്കെ കഴിഞ്ഞവർ കണ്ട ലാസ്റ്റ് ആവും തോറും വരെ സ്പീഡും കൂടിയിട്ടോ. കൊട്ടണ സ്പീഡും കൂടി പൂജയുടെ സ്പീഡും കൂടി. ഇത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പുറത്തുനിന്ന് ഒരു പാട്ട ഫുള്ളായിട്ട് ആട്ടപ്പൊടി കൊണ്ടുവന്നു. ആട്ടപ്പൊടി കൊണ്ടുവന്നിട്ട് അവിടെയൊക്കെ ഇങ്ങോട്ട് തൂവിട്ട് നിറച്ചിട്ടാം. അത് ഫുള്ള് വീഡിയോയിൽ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല, കുറച്ചൊന്ന് മേടിച്ച് പോയി സത്യത്തിൽ ലാസ്റ്റായപ്പോൾ ഈ വീഡിയോൻ്റെ. അതിൻ്റെ തൂവിയൊക്കെ ഇട്ടതിന് ശേഷം ഒരു ചൂലും കൊണ്ടുവന്ന്. ചൂലെന്തിനാ ഇപ്പോൾ പൂജയ്ക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ആലോചിച്ചാൽ അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ടല്ലേ ഇവരുണ്ടല്ലോ ഈ പൂജയ്ക്ക് വന്ന ആൾക്കാർ ഈ സാധനം ഉണ്ടല്ലോ ഇത് കൊണ്ടുപോവുകയും ചെയ്തു. ഇത് പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ആട്ടയ്ക്കൊക്കെ തൂത്തുണ്ടല്ലോ ഈ ചൂലുകൊണ്ട് തൂത്ത് പുറത്തേക്ക് അങ്ങോട്ട് കളഞ്ഞിട്ട് ഈ സ്ത്രീയും ഈ വന്ന ആൾക്കാരും കൂടി ഒറ്റ പോക്ക് പുറത്തേക്ക്. പിന്നെ ആ 2 പൂജാരികൾ ഞങ്ങൾ 2 പേരും മാത്രം റൂമിൽ. പിന്നെ അവർ തിരിച്ചും വന്നിട്ടില്ല. ഇവർ ഈ പൂജ ചെയ്യണ സംഭവത്തിന് തിരിച്ചു വെച്ചപ്പോൾ ഇതിൻ്റെ ഫേസും ഇതൊക്കെ കൂടി കണ്ടപ്പോഴാണ് ഒരു ബുദ്ധിമുട്ട് തോന്നിയത് ഞങ്ങൾക്ക്. അവരൊക്കെ ദക്ഷിണ വയ്ക്കണ കണ്ടപ്പോൾ ഇനി നമ്മൾ പൈസ ഇട്ടില്ലെങ്കിൽ വല്ല ബുദ്ധിമുട്ടായാലോ എന്ന് വെച്ചിട്ട് നമ്മൾ വിട്ടുവിട്ട കയ്യിലുള്ള ചെറിയൊരു ദക്ഷിണ ഇട്ടു ദൈവമല്ല. പക്ഷേ ഇതെന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി. നല്ലോണം ഞങ്ങൾ നാമം ചൊല്ലിയതൊന്നുമില്ല, അവരുടെ പ്രാർത്ഥന എന്തെങ്കിലുമൊക്കെ ആയിട്ട്. എന്നിട്ട് ഇവർ അങ്ങനെ തന്നെ പോയി. അപ്പോൾ ആക്ച്വലി സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പുറത്ത് ഇറങ്ങി പിന്നെ അന്വേഷിച്ചത് കണ്ട ഓടണുണ്ടില്ല അവരിത് അടിച്ചു വരെ തൂത്തിട്ട് ഓടണമാണ് കണ്ടത് കളിക്കാണ്ട്. ഞങ്ങൾ സ്തബ്ധരായിട്ടിരുന്ന് പോയി. പിന്നെ അവരൊപ്പം പൂജാരിയോടൊപ്പം ഇത് സെൽഫി എടുത്താണ് ഈ കാണുന്നത്. അപ്പോൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, അവരൊക്കെ കുടുംബത്തിലൊരു മരണം നടന്ന ആത്മാവിനെ ദൈവത്തിൻ്റെ അടുത്തേക്ക് നന്നായി പറഞ്ഞയക്കുന്ന ഒരു ചടങ്ങാണ് ഈ നടന്നത്. അപ്പോൾ പേടിക്കാനൊന്നുമില്ല.